ധാരാളവും. ആദ്യ ഭാഷയിൽ ഉദാഹരണത്തിന് പശുക്കുട്ടി എന്ന് പറയാൻ 1 വയസ്സായാൽ ഒരു പേര്, 2 വയസ്സായാൽ വേറെ പദം, 3 വയസ്സായ വേറെ, ഈ സജിയെ, ഈ ചിന്നത്ത്, ഇക്ക, ജഗ ഒക്കെ വേറെ വേറെ വേറെയല്ലേ. മലയാളത്തിലാകത്തിലുള്ളൂ പശുക്കുട്ടി. പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ വേറെ വാക്കല്ലല്ലോ, പശു പ്ലസ് കുട്ടിയല്ലേ, വേറെ വാക്കല്ലല്ലോ. പശു പ്ലസ് പശുക്കുട്ടിയാണല്ലേ. യഥാർത്ഥത്തിൽ വേറെ പദം മലയാള ഭാഷ വളരെ ചെറുതാണ്. പലപ്പോഴും അറബിയെ പരിഭാഷ ചെയ്യാൻ മലയാള ഭാഷ മതിയാകില്ല. ഇപ്പഴ എന്നതിന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ പരിഭാഷയെ അല്ല, സൗകര്യാർത്ഥം നാം പറയണം. ഇപ്പഴ എന്നത് സ്വഭൂവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. അത് മാഉസ്സാഖി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം, അത് മാഉസ്സാഖി തെളിഞ്ഞ വെള്ളം, സ്വഭൂവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇപ്പഴ. ഈ അൽമാഉസ്സാഖി എന്നതിന്റെ നേരെ വിപരീതമാണ് അൽമാഉൽ ഖദിറു. തെളിഞ്ഞ വെള്ളത്തിന് അൽമാഉസ്സാഖി, തെളിഞ്ഞ വെള്ളത്തിന് അൽമാഉൽ ഖദിറു. സ്വഭൂവത്താണ് അമ്പിയാക്കന്മാർക്കുള്ള ഗുണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സ്വഭൂവത്താണ്. തബ്ലീഗ് സ്ഥാപകൻ അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് ഖദൂറാത്താണ്. സ്വഭൂവത്തും ഖദൂറാത്തും നേരെ വിപരീതമാണ്. പ്രവാചക ജീവിതം ഉടമ ചെയ്തെടുത്തതാണ്. അതിൽ യാതൊരു കലർക്കങ്ങളും ഉണ്ടായിട്ടില്ല. ജീവിതത്തിലുള്ള കലർക്കം എന്ന് പറയുമ്പോൾ ഹറാമ് മക്രൂഹ് ഖിലാഫുൽ ഔല, നിഷിദ്ധമായ അനഭിലഷണീയമായ ഉത്തരമല്ലാത്ത എന്തെങ്കിലും ഒരു കലർക്കം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തെളിഞ്ഞ ജീവിതമാണ് അവരുടേത്. അതുകൊണ്ടാണ് ഖുർആൻ അവരെ കുറിച്ച് ഇത്തിഫാർ ചെയ്തു എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മെ പരിചയപ്പെടുത്തിയത്. ആ ഇത്തിഫാറിന്റെ വിപരീതമായാണ് മൽക്കൂറാത്തിൽ ഇല്ലാത്തി സാഹിബിന്റെ വീക്ഷണം വിവരിക്കപ്പെട്ടത്. അമ്പിയാക്കന്മാരിൽ ഖദൂറാത്തുണ്ടാകുന്നത്. ഒന്നാമത് നമുക്ക് വിയോജിപ്പുള്ള കാഴ്ചപ്പാട് അതാണ്. ഇയാൾക്ക് മനസ്സിലാവുന്നത് ഇത് മനസ്സിലാക്കാനാക്കാൻ പറയാത്ത ചില ആളുകൾ പറയുന്നത് സാധനമാകുന്നത്. അറിയാത്തതിനാണല്ലോ മൈക്ക വെച്ച് ഈ തോലത്ത് പറയുന്നത്. എന്നാ മാന്യ മഹാജനങ്ങളെ മനസ്സിലാക്കും. വേദന മാർഗാവനയല്ലോ. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളുന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട്, ഒരു പാടുണ്ട്. ആരിൽ നിന്നും നാം അത് പഠിക്കാൻ ഒരുക്കാം. ആജീവനാന്ത മുത്താല്യമായിട്ട് പഠിക്കാൻ ഒരുക്കാം. പുതുതായൊന്നും പഠിക്കൂല, പഠിക്കലൊന്നും നടക്കൂല എന്നുള്ള വാശി ശരിയാവില്ല. പുതുതായി പലതും പഠിക്കേണ്ടി വരും, തീർച്ചയായും പഠിക്കേണ്ടി വരും. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് ഞങ്ങളിനി അറിയാനൊക്കെ ഒഴുക്കുമല്ലാന്ന് പറയാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. ഒരു വിഷയത്തെ പഠിക്കാൻ ഉത്സാഹിക്കുന്ന ഒരു വിഭാഗം ഞങ്ങൾ അറിയാമെന്ന് മാത്രമല്ല ഇനി അറിയാനൊക്കെ ഒഴുക്കുമല്ലാന്ന് പറയാൻ പറ്റും. ഇവിടെ ഒറ്റയ്ക്ക് പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞത്. ഞാൻ കവിതകൾ അനുഭവിക്കുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് പോലും പറഞ്ഞു. ആ പുസ്തകം ഒന്ന് കണ്ടാൽ തിരക്കില്ലായിരുന്നു. ഈ കൂടിയ ആളുകൾ മുഴുവൻ സാക്ഷി നിർത്തിയിട്ട് എന്നെക്കൊണ്ട് അത് ഇവിടുന്ന് വായിപ്പിക്കാൻ വേണ്ടത്. താങ്കളൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പോക്ക് ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണേണ്ടിയിരുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മര്യാദ വേഷവിധാനം സ്വീകരിച്ച ആൾ കാവ്യ പറയാൻ മോശമല്ലേ? ശരിയല്ല. വേഷത്തിനുള്ള അംഗീകാരമുണ്ട്. എന്ത് പറഞ്ഞാലും ആ നിരക്ക് തീരെ പാടില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അത്രയും പറയുന്നില്ല. ഏതെങ്കിലും വ്യക്തിത്വത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുന്നത്. പൊതുവെ ഒരു ഗണങ്ങൾ വേഷം അവർക്ക് അതുകൊണ്ട് പറഞ്ഞതാണ്. ആ രീതിയിൽ പറഞ്ഞത് അത് ശരിയല്ല. അങ്ങനൊന്നും പറയണ്ട. നമുക്ക് വിഷയം മാത്രമേ പറയൂ. അതുപോലെ സമത്വ വിമർശനത്തിന് വിഷയമായ മറ്റൊരു പുസ്തകമാണ് സിറാത്തുൽ മുസ്തഖീം. ഇതിന്റെ 97-ാം പേജിൽ ഈ പുസ്തകം തന്നെ കൊണ്ടുവന്ന ആരോ പറഞ്ഞിപ്പോ ചിലപ്പോ ഒരു ഇപ്പോഴത്തെ സംശയം ചോദിച്ചു അങ്ങനെയാകുന്നുണ്ടാവും. നമ്മുടെ പുസ്തകം തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയെന്ന് പറയലാണ്. ഇതാണ് ആ പുസ്തകം. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അത്തഹിയ്യാത്തിൽ പറയുമ്പോൾ
തന്റെ കഴുതയെ അല്ലെങ്കിൽ കുതിരയെ ഓർക്കുന്നതിലേറെ മോശമാണ് പ്രവാചകരെ ഓർക്കുന്നത്. ആ രീതിയിലാണ് പ്രയോഗം. अपने बैल और गद्दे की सूरत में मुस्तग़रिक़ होने से बुरा है. തന്റെ കുതിരയെ അല്ലെങ്കിൽ കഴുതയുടെ രൂപം ആ രൂപത്തിൽ മുഴുകുന്നതിനേക്കാൾ ചീത്തയാണ്. ആ രീതിയിലാണ് സിറാത്തുൽ മുസ്തഖീം എന്ന പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൽ അതില്ല എന്ന് പറയാണെങ്കിൽ ചുക്കാണല്ലോ നമുക്കിത് ജീവിച്ചിരിക്കാൻ കഴിയില്ല. പിന്നെ പുസ്തകത്തിൽ മായം ചേർത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. മായം ചേരാത്ത സിറാത്തുൽ മുസ്തഖീം തബ്ലീഗിന്റെ പ്രതിനിധികൾ കൊണ്ടുവന്നാൽ അവരുമായി ഏത് നിമിഷവും എവിടെ വെച്ചും ഏത് രീതിയിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ തയ്യാറാണെന്ന് യാതൊരു പ്രശ്നവും കാര്യത്തിലില്ല. ഒരു പ്രയാസമില്ല. ആളുകൾ അനാവശ്യമായി പരസ്പരം കലഹിക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കൈക്കിലുണ്ടാക്കിയൊന്നും വേണ്ട. ഏറ്റവും വലിയ സാധാരണക്കാരൻ അത് അറിയുന്നവർക്ക് വിട്ടുകൊടുക്കും. നിലമറിയല്ലോ ശരിയായിക്കോട്ടെ, നമ്മക്ക് അത് അറിയുന്നവരായിക്കോളും. എന്നാലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും എന്തൊന്നുമില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. സുഖമായിട്ട് മര്യാദ ജീവിച്ചുണ്ട്. എന്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം? സമസ്ത കേരള ജനീയത്തിലും ആലോചിക്കാൻ തീരുമാനമെടുക്കാനല്ല, വളരെ സൂക്ഷിച്ചിരുന്ന തീരുമാനമാണ്. മാത്രമല്ല സമസ്തയുടെ വിമർശനത്തിന് വിധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് തഖ്വീയത്തുൽ ഈമാൻ, ഇസ്ലാം ദേവതയുടെ തന്നെ. ഈ തഖ്വീയത്തുൽ ഈമാനെ കുറിച്ച് അന്ന് തീരുമാനമെടുക്കുന്ന കാലത്ത് തബ്ലീഗിന്റെ ആളുകൾ പറഞ്ഞത് അത് ഇസ്ലാം ദേവതയുടേതാണ്, അത് ഇയാൾക്ക് ബാധകമല്ല, ഇയാൾക്കായാലും ബാധകമല്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഉറവിന് നഗരീയ സമുദായത്തിന്റെ അമീറായ സഹാറന്നൂർ മൊളാഹികളിൽ ഉണ്ടായിരുന്ന ശേഖ നഗരീയ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം പ്രസ്തുത തഖ്വീയത്തുൽ ഈമാൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റിസാലത്തു തൗഹീദ് എന്ന പേര്. തബ്ലീഗുലമായത്തിന്റെ ലോക അമീറിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസാധക സ്ഥാനമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്ന് കൂടി ഓർക്കുക. ലോക തബ്ലീഗുലമായത്തിന്റെ അമീർ സക്കരിയ സാഹിബ്. ഇപ്പൊ നിങ്ങള് ഈ തെളിവിന് വേണ്ടി തബ്ലീഗുകൾ വായിക്കുന്ന പുസ്തകം ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ അറിയാം, അതിലധികവും സക്കരിയ സാഹിബ് എഴുതിയ പുസ്തകമാണ്. സാറെ പോലെ സക്കരിയ സാഹിബ് ഉറുദുവിൽ എഴുതിയതൊന്നും ഈ പുലിപ്പാറയോ മറ്റുള്ള മാന്യദേഹങ്ങളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഭഗവാന്റെ പുസ്തകങ്ങൾ അധികമായിരിക്കും. ഈ പുസ്തകത്തിലുടനീളം തനി വഹാബിയൻ ചിന്താഗതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ ഭാഷയിൽ ചെറുപ്പലിയൻ ചിന്താഗതിയാണ് ഇതിനുള്ളതും കൂടുതൽ. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ചിലത് നിങ്ങളെ കേൾപ്പിക്കാം. ولم أن شركة كانت الناس في هذا الزمان والنشرة وأصبح التوحيد الخالق غريبا ولكن معظم الناس لا يعرفون معنى الشرك. അറിയുക, നിശ്ചയം ശിർക്ക് ഇക്കാലത്ത് വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളിൽ. നിഷ്കളങ്കമായ തൗഹീദ് അപൂർവമായിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ അധികവും ശിർക്കിന്റെ മാന എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഒന്നിനും മുഖാധികം എന്ന ഗതിയിറങ്ങിനാക്കി എത്രയിലൂടെ മറ്റായി പോകായി ഇന്ന് അധികവും കാണപ്പെടുന്നു. ആ ശിർക്കിന്റെ കൂട്ടത്തിൽ ജനങ്ങൾ അമ്പിയാക്കളോടും ശേഖന്മാരോടും സഹായം തോടുന്നു.